ആൻഡ് ഓർഗനൈസേഷൻ അല്ലെ, ഈ 3 കാര്യങ്ങളാണ് ഗുരുനാനാക്ക് പറഞ്ഞത്. അതും എന്താണ്, എക്സാമിന് നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. ഗുരുനാനാക്ക്. ഓക്കെ, ഗുരുനാനാക്ക് കേട്ടോ. അദ്ദേഹം ഒരു ഫിലോസഫറാണ് ഗുരുനാനാക്ക്. അപ്പോൾ അത് എക്സാമിന് വരും. ദ ടീച്ചിങ് ഓഫ് ഫിലോസഫി ഓഫ് ഗുരുനാനാക്ക് ഫ്രം എ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ഇന്ത്യൻ ഫിലോസഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പാർട്ടാണ് ഗുരുനാനാക്കിയുടെ ഫിലോസഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുക, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഹിസ് ഫിലോസഫി കൺസിസ്റ്റ് 3 ബേസിക് എലമെന്റ്. പുതിയ പ്രധാനമായി 3 അടിസ്ഥാനപരമായ കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ലീഡിങ് ക്യാരക്ടറിസ്റ്റിക് പേഴ്സണാലിറ്റി, ഐഡിയോളജി ആൻഡ് ഓർഗനൈസേഷൻ. അവനവൻ്റെ വ്യക്തിത്വം ഒരു കാര്യം കോർഡിനേറ്റ് ചെയ്യാനുള്ള രൂപീകരിക്കുന്നത്. ആൻഡ് ലീഡിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഐഡിയോളജി, അത് നമ്മുടെ കൺസെപ്റ്റ് അല്ലേ, ഒരാളുടെ കൺസെപ്റ്റ്, പേഴ്സണാലിറ്റി, കോർഡിനേഷൻ. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു വ്യക്തിക്ക് വേണമെന്നാണ് നമ്മുടെ ആര് പറഞ്ഞത്? ദ ഫിലോസഫർ ഓഫ് ഗുരുനാനാക്ക്. ഈസ് എ ഫേമസ് ഫിലോസഫർ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എക്സാമിന് ശ്രദ്ധിക്കുക. പേർഷ്യൻ ലിറ്ററേച്ചർ എന്താ നോക്കാം. പേർഷ്യൻ ലിറ്ററേച്ചർ ദ സബ് കോണ്ടിനെന്റ് എൻറ്റേർഡ് ടു ന്യൂ അമീർ ഖുസ്രു. പേർഷ്യൻ ലിറ്ററേച്ചറിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ മറക്കാൻ പറ്റാത്ത ഒരു വേർഡാണ് അമീർ ഖുസ്രു. ഹി വാസ് ദ പോയറ്റ് ബോൺ ഫാമിലി ഓഫ് ടർക്കിഷ് ഇമിഗ്രൻസ് ആൻഡ് മിഗെയിൻ ദ പോയറ്റ് ഓഫ് റീജൻ സുൽത്താൻ ബാൽബൻ എന്ന് പറയുന്ന സുൽത്താൻ ഭരിച്ചിരുന്ന കാലത്ത് ആണ് അമീർ ഖുസ്രുവിനെ പോലുള്ളൊരു സാഹിത്യകാരൻ്റെ ജനനം. അതുകൊണ്ട് തന്നെ ഹി വാസ് എ ഡിസൈപ്പിൾ ഓഫ് നിസാമുദ്ദീൻ ആലിയ, വാസ് കോർട്ട് ഓഫ് അലാവുദ്ദീൻ ഖിൽജി ആൻഡ് ഗിയാസുദ്ദീൻ ഖിൽജി. ഇതൊക്കെ ഖിൽജി രാജവംശത്തിലുള്ള രാജാക്കന്മാരുടെ പേരുകളാണ്. ആ സമയത്ത് ജനിച്ച ഒരു നല്ലൊരു കലാകാരനാണ് അമീർ ഖുസ്രു. ഓക്കെ, ഹി സെഡ് ടു ഹാവ് കമ്പോസ്ഡ് 99 വർക്ക്സ് ഇൻ ഡിഫറെൻറ്റ് തീംസ് കമ്പോസ്ഡ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. ദിസ് കെയിം ടു നോൺ ദ സഭാക് ഹിന്ദി. അപ്പോൾ ഇവർ എഴുതിയ കുറേ ലിറ്ററേച്ചർ, കുറേ പേരുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് മിസ് വായിച്ചുതരാം. അമോഗ്രി ഹിസ് 5 ദിവാൻ, ഗസൽസ്. ആ സമയത്താണ് ഗുരുനാനാക്കൊക്കെ വന്ന് ആ ഒരു ഇന്ത്യൻ ലിറ്ററേച്ചർ സ്പ്രെഡായ സമയത്താണ് നമ്മളെ ഇപ്പോഴൊക്കെ ഊമ്പായി എന്ന് പറഞ്ഞ ഒരാളില്ലേ നല്ല നല്ല ഗസൽസ് പാടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിലപ്പോൾ ഒരു പിൻതലമുറക്കാരായിട്ട് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പിന്നോട്ട് പോയാൽ ഈ ഗസൽസൊക്കെ വന്നൊരു കാലഘട്ടമാണ് ഏത്, നമ്മുടെ മുഗൾ കഴിഞ്ഞിട്ട് വന്ന സുൽത്താനേറ്റ് കാലഘട്ടം. അപ്പോൾ അതിനിപ്പോൾ ഖിൽജിയെ പോലെ മുഹമ്മദ് ഗോറി ആണെങ്കിലും ഖിൽജി രാജവംശത്തിലെ രാജാക്കന്മാരാണെങ്കിലും ഇവർ എന്തിനെ നല്ലോണം പ്രോത്സാഹിപ്പിച്ചിരുന്നു, ഈ പാട്ട് അല്ലേ, ഡാൻസ്, നല്ല നല്ല വെറൈറ്റി സോങ്സ് ഒക്കെ പോട്ടെ. ഇവരെ ഗസൽസ് ആർ വെരി പ്രൊമോട്ടഡ് ഇൻ that age. He also wrote masnavis, narrative poems, and which means a great historical and literary value. 5 ദിവാൻസ് ആണ് ഗസൽ എന്ന് പറയുക. 5 തരം പാട്ടുകൾ കുറേ ഒത്തിണങ്ങിയിട്ടാണ് ഗസൽ ഉണ്ടാക്കുക. ഓക്കെ, ആ സമയത്ത് മിലിറ്ററി സക്സസ് ഇൻ ജലാലുദ്ദീൻ ഖിൽജി ആൻഡ് ഡിസ്ക്രൈബിങ് ജലാലുദ്ദീൻ ഖിൽജി ആൻഡ് they were to account the Alauddin Khilji conquest the south. Among the other important Persian points of ഷാക്കി നജ്മുദ്ദീൻ ഹസൻ ആണ് വേറൊരു നല്ലൊരു പാട്ടുകാരൻ, ഒരു കവിയാണ്. The Korklonic were the important features of literature during the period of Delhi Sultan. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റും അതിനോടനുബന്ധിച്ചുള്ള സംഭവങ്ങളുമാണ്. ഓക്കെ, നമ്മുടെ ലിറ്ററേച്ചർ, അന്ന് കവികൾ, അന്ന് ജീവിച്ചിരുന്ന ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജ്. അപ്പോൾ എന്തായി, കുറേ റീജിയണൽ ലാംഗ്വേജ് ആ സമയത്ത് സ്പ്രെഡായി. കാരണം ഈ പോയംസും ഈ സോങ്സും അല്ലാതെ പാടുന്ന പാട്ടുകളും അല്ലാതെ ഇവർ കലാപരമായിട്ടൊക്കെ മുന്നോട്ട് പോകണമെങ്കിലൊക്കെ ഇവർക്ക് എന്ത് വേണം, നല്ല നല്ല സോങ്സൊക്കെ വേണം. അപ്പോൾ ലിറ്ററേച്ചർ, ഭാഷ വേണം അല്ലെ, ഏത് ഭാഷയിൽ ഇവർ എഴുതും ഈ ഒരു ഗാനം, അല്ലെങ്കിൽ ഈ ഒരു സോങ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇവർ എങ്ങനെ എഴുതും, അതിൽ പലതരം ലാംഗ്വേജസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജ്, ഹിന്ദി, ബംഗാളി, ആസാമി, ഒറിയ, മറാത്തി ആൻഡ് ഗുജറാത്ത് അല്ലേ. അപ്പോൾ പ്രാദേശിക ഭാഷ അല്ലാതെ കടുകട്ടി ഭാഷകൾ ഇവർക്ക് അറിയാത്ത ഭാഷയൊന്നുമല്ല. ഇവർ കുറേ പ്രൊവിൻഷ്യലാണല്ലോ, പ്രൊവിൻഷ്യൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊവിൻഷ്യലായത് പ്രാദേശികപരമായി കുറേ സ്ഥലങ്ങളുള്ള, അപ്പോൾ അവിടെയൊക്കെ ഈ പ്രാദേശിക ഇഷ്ടം പോലെ ഭാഷകളും സംസാരിക്കുന്ന ആൾ. അപ്പോൾ ഇവർക്ക് എഴുതുന്ന കവിതകളൊക്കെ എന്താക്കാൻ പറ്റും, ആളുകൾക്ക് മനസ്സിലാവുന്ന പ്രാദേശിക ഭാഷയിൽ എഴുതാൻ പറ്റും. അതിപ്പോൾ ബംഗാളി, ആസാമി, ഒറിയ, മറാത്ത്, ഗുജറാത്ത്, അതൊക്കെ അവനവൻ്റെ
നാട്ടിലെ ഭാഷയാകുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് കവിതയൊക്കെ എഴുതപ്പെട്ട് ബുക്കിലൊക്കെ ഗ്രന്ഥങ്ങളായിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വായിക്കാനും സുഖമാണ്. അതാണ് അന്നത്തെ ഇതിൻ്റെ ലാംഗ്വേജസിൻ്റെ ഒരു ഗുണം. ഓക്കെ, ദ റീജിയണൽ ലാംഗ്വേജ് എന്ന് പറയില്ല, റീജിയണൽ ലാംഗ്വേജ് എന്നേ പറയും. ലാംഗ്വേജിന് തൊട്ടപ്പുറത്ത് എന്ത് വേർഡ് ചേർക്കും? റീജിയണൽ. കാരണം പ്രാദേശികപരമായിട്ട് ആളുകൾക്ക് ഇവരെഴുതുന്ന ബുക്കും കാര്യങ്ങളും ഇനിയിപ്പോൾ മ്യൂസിക്കൊക്കെ മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഭാഷ വേണം. അപ്പോൾ അതിനുള്ള ഭാഷയൊക്കെ ഡെവലപ്പായതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? ഈ ഒരു കൾച്ചറൽ ഡെവലപ്മെൻറ്റ് മിഡീവൽ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ, അല്ലേ? ഓക്കെ, അപ്പോൾ ഭാഷ മറന്നു പോയത് ഹിന്ദി, ബംഗാളി, ആസാം, ഒറിയ, മറാത്തി, ഗുജറാത്ത് ഹിന്ദി, ആസാം, ഒറിയ എന്നാണ് കേട്ടോ, വേറെ ഒന്നുമല്ല, ഒറീസ എന്നല്ല, ഒറിയ, ORIYA, ഒറിയ, മറാത്തി, ഗുജറാത്തി, ആസാമി, ബംഗാളി, ഇതൊക്കെ ആ സമയത്ത് ഡെവലപ്പ് ചെയ്ത ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ട് വന്ന ലാംഗ്വേജസ് ആണ്. ആൻഡ് ഇൻ ദ സൗത്ത് മലയാളം എമേർജ് ഇൻഡിപെൻഡൻറ്റ് ലാംഗ്വേജ് ഇൻ 14th century. 14ാം നൂറ്റാണ്ടിലാണ് മലയാളം ഒരു ഫ്രീ ആയിട്ടുള്ള ലാംഗ്വേജായി ഉയർന്നു വരാൻ തുടങ്ങിയത്. ഗ്രോത്ത് ഓഫ് ദീസ് റീജിയണൽ ലാംഗ്വേജ് കൺസിഡർ ദ ഗ്രോയിങ് ഓഫ് റീജിയണൽ സെറ്റിൽമെൻറ്റ്. അപ്പോൾ ഈ റീജിയണലായിട്ട് ഇത്തരം പ്രാദേശിക ഭാഷകൾ ഉയർന്നു വരുമ്പോൾ പ്രദേശത്തെ ജനങ്ങൾക്കും എന്താണ് വളരെ പെട്ടെന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷനൊക്കെ കൂട്ടാൻ പറ്റും. അതുകൊണ്ട് മലയാളം ഉയർന്നു വന്നതോടുകൂടി എന്താണ് ഈ 14 considered with a growing regional settlement at the emergence of national policy. അതായത് ആളുകൾ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. കാരണം ഒരു ഫിക്സഡ് ആയിട്ട് അവർ താമസം അതെങ്ങനെ മാറി മാറി പോകുന്നൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതൊന്നും ഇല്ലാതെ ലിറ്ററേച്ചറൊക്കെ ആയപ്പോൾ അവർക്ക് എന്തായി കൂടുതൽ ഡെവലപ്മെൻറ്റ് വന്നു. ഹിന്ദി ആൻഡ് ഉറുദു ഏറ്റവും കൂടുതൽ ഡെവലപ്പായ 2 ഭാഷകളാണ്. മിസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ന്യൂ ഫോംസ് ഓഫ് മ്യൂസിക്, മുഗൾ പെയിൻറ്റിങ് അല്ലെ, ഉറുദു ആൻഡ് പേർഷ്യൻ, ഈ 2 ഭാഷകളാണ് എന്തായിട്ട് വന്നത്, ഏറ്റവും കൂടുതൽ ഡെവലപ്പായിട്ട് വന്നത്. ആ സമയത്ത് ന്യൂ ഫോംസ് ഓഫ് മ്യൂസിക്, മുഗൾ പെയിൻറ്റിങ്ങുകൾ, നേരത്തെ മിസ് പറഞ്ഞ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു അളവ്, അതേ പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, ഫോംസ് ഓഫ് മ്യൂസിക്കുകൾ, ഇതൊക്കെ എന്തായി ആ കാലഘട്ടം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ ഏകദേശം ആ ഒരു കാര്യം അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് ആസാമി ആൻഡ് ഒറിയൻ്റെ കൂടത്തുള്ള ഭാഷകളാണ്. ആൻഡ് 13th century വാസ് ഹേമ ശരാവതി ആൻഡ് ഹാര ഗൗരി are regarded the first work in Asami. The literature of Assam also developed in response to the Bhakti movement. Shankaradeva, who introduced the Vaishnavism in Assam, helped in similar growth of Assami പോയട്രി. ആസാമി ഭാഷകളിലും കുറേ കവിതകളൊക്കെ എഴുതി. ആ സമയത്ത് എന്താണ് ശിവഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കുറേ ഭക്തി ഗീതങ്ങൾ ആസാമി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് ആസാമികൾ എന്ത് ചെയ്തു, അത് സ്വീകരിച്ചു. അപ്പോൾ ഇതൊക്കെ ഏത് സമയത്താണ്? ഭക്തി മൂവ്മെൻറ്റ്, പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവത്തിനോടൊരു സ്നേഹവും വിശ്വാസവും ഭക്തിയൊക്കെ കൂടിയ സമയത്താണ് ഇത്തരം ലിറ്ററേച്ചറുകളും ഇത്തരം ഗീതങ്ങളും സോങ്ങുകളും ഇത്തരം പെയിൻറ്റിങ്ങുകൾ, ലാംഗ്വേജസ്, എന്താ പറയുക, ഉറുദു ആൻഡ് പേർഷ്യൻ ലാംഗ്വേജസ് അല്ലേ, അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ വളർന്നു വന്നത് ഒരു ഭക്തി മൂവ്മെൻറ്റ് കാലഘട്ടത്തിൽ. ലിറ്ററേച്ചർ ഇൻ സൗത്ത് ഇന്ത്യയിലെ ലിറ്ററേച്ചർ ഏതൊക്കെ? ഹരിദേവ, ശിവ, ദൈവങ്ങളെ പേര്, പല ദൈവങ്ങളുടെയും പേര് വെച്ചിട്ടാണ് ഓരോരോ ബുക്കുകൾ. അപ്പോൾ ദൈവത്തിനോട് കൂടുതൽ അടുക്കും എന്നാണ് ഈ ഒരു സമയത്ത് അവർ പറയുന്നത്. ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് മോസ്റ്റ് ഫേമസ് തെലുങ്ക് പോയറ്റ്, തെലുങ്ക് ഭാഷയിലും ഇപ്പോൾ ആസാം, തെലുങ്ക്, ഉറുദു, പേർഷ്യൻ കുറേ ഭാഷ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്താണ് ആ സമയത്ത് മ്യൂസിക് അല്ലേ. ദ ഇൻഫോർമേഷൻ ഓഫ് മ്യൂസിക് ഓഫ് ദ സുൽത്താനേറ്റ് പീരീഡ് ഓഫ് ലിമിറ്റ്, ദ ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മ്യൂസിക് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ലിമിറ്റ് ടൈം. അമീർ ഖുസ്രുവിൻ്റെ കാലത്താണ് മ്യൂസിക്, അതായത് ഗാനം രചിക്കാനും പാടാനും ആളുകളെല്ലാം ആസ്വദിക്കാനൊക്കെ തുടങ്ങിയത് അമീർ ഖുസ്രുവിൻ്റെ കാലത്താണ്. താൻസൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും താൻസൻ, ദ റിഗാർഡഡ് എ ഇമ്പോർട്ടൻറ്റ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ക്രെഡിറ്റഡ് ദ ഇൻട്രൊഡ്യൂസ് ഓഫ് രാഗങ്ങൾ അല്ലേ. രാഗങ്ങൾ, പുതിയ ഹിന്ദുസ്ഥാനി മ്യൂസിക്കും രാഗങ്ങളൊക്കെ കൊണ്ടുവന്ന ആളാണ് താൻസൻ. ഓക്കെ, അപ്പോൾ പെയിൻറ്റിങ്സ് ഏതൊക്കെയാണ്? ഡെവലപ്മെൻറ്റ് ഓഫ് പെയിൻറ്റിങ് ഡ്യൂറിങ് ദ സുൽത്താനേറ്റ് പീരീഡ് ഹാവ് നോട്ട് സ്റ്റഡീഡ് ഇൻ ദ ലിമിറ്റഡ് സാമ്പിൾസ് അല്ലേ. താരിഖി, ഫിറോസാഹി, അങ്ങനെ ഓരോരോ ഇവർ ചെയ്ത പെയിൻറ്റിങ്ങുകളൊക്കെ വളരെ വളരെ മനോഹരമാണ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആൻഡ് മിഡീവൽ ഇന്ത്യ എന്നുള്ളൊരു ഇതിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, മാഷേ കഴിഞ്ഞില്ലേ? അത് നോക്കിയോ എത്ര കഴിഞ്ഞോ നോക്ക് സമയം.
ഈൽപ്പെട്ട ആരുമില്ല.